മസാല ബോണ്ട് കേസിലെ കിഫ്ബിയുടെ ഹർജി അപക്വമെന്ന് ഇഡി ഹൈക്കോടതിയിൽ. നിയമാനുസൃത നടപടികളുമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നോട്ടു പോകാനാകും. ഫെമ നിയമം അനുസരിച്ച് നിയമപരമായ അധികാരമുണ്ടെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകാൻ ഉള്ളത്. ലിഡിയ, എന്താണ് ഇഡി കോടതിയെ അറിയിച്ചത്? കഴിഞ്ഞ ദിവസം ഇഡിയുടെ നോട്ടീസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കിഫ്ബിയും ഒപ്പം സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ഒപ്പം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അതിൽ ഇഡിയുടെ തുടർ നടപടികൾ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ഒരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിനെതിരെ ആ സിംഗിൾ ബെഞ്ച് നടപടിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ ഇഡി അപ്പീലിൽ പോവുകയായിരുന്നു. ആ അപ്പീലിലാണ് ഇപ്പോൾ വാദം നടക്കുന്നത്. അതിൽ പ്രധാനമായും ഇഡിയുടെ വാദം എന്ന് പറയുന്നത് ഈ കിഫ്ബിയുടെ ഹർജി, അതായത് നോട്ടീസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജി അത് അപക്വമാണ് എന്നുള്ളതാണ്. അന്വേഷണമേ നടത്താനാവില്ല എന്നുള്ളതാണ് കിഫ്ബിയുടെ നിലപാട് എന്നാണ് ഇഡി ഹൈക്കോടതിയെ അറിയിക്കുന്നത്. നിയമാനുസൃത നടപടികളുമായി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുന്നോട്ട് പോകാനാവും. മാത്രമല്ല, ഫെമ നിയമം അനുസരിച്ച് നിയമപരമായ അധികാരം ഇഡിക്കുണ്ട്, ഇതിൽ ഇഡിക്കുണ്ട് എന്നാണ് ഇഡി ഹൈക്കോടതിയിൽ വാദിക്കുന്നത്, ഡിവിഷൻ ബെഞ്ചിൽ വാദിക്കുന്നത്. അതായത് നിലവിലെ ഹർജി, കിഫ്ബിയുടെ ഹർജി, ഒപ്പം സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെയും മുൻ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെയും അടക്കമുള്ള ഹർജി അത് അനവസരത്തിലുള്ളതാണ്. അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് അന്വേഷണം ആവശ്യമില്ല എന്നാണ് മറുപടി നൽകേണ്ടത്. പക്ഷേ അന്വേഷണമേ നടത്താനാവില്ല എന്നാണ് കിഫ്ബിയുടെ നിലപാട് എന്നാണ് ഇഡി പറയുന്നത്. കാരണം കാണിക്കൽ നോട്ടീസിന് എന്തുകൊണ്ട് മറുപടി നൽകാനാവില്ല എന്ന് പോലും സർക്കാർ ഇഡിയെ അറിയിച്ചില്ല. പക്ഷേ ഇത് ഇഡിയുടെ തുടർ നടപടികൾ വൈകിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് എന്നാണ് ഇഡി ഡിവിഷൻ ബെഞ്ചിൽ നിലവിൽ വാദിക്കുന്നത്. എന്തായാലും ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുകയാണ്. മാത്രമല്ല, ഇതിൽ ഈ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡി ഹർജിയിൽ സമർപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ നോട്ടീസിലുള്ള അതേ കാര്യങ്ങൾ തന്നെ ഇഡി ഹൈക്കോടതിയെ വീണ്ടും അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമി വാങ്ങിയത് അത് നിയമാനുസൃതമല്ല എന്നുള്ളത് അടക്കം ഹൈക്കോടതിയെ അറിയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഭൂമി വാങ്ങിയ ഇടപാടിൽ, അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണെങ്കിൽ പണം ഉപയോഗിക്കാം, പക്ഷേ ഭൂമി വാങ്ങാൻ പണം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇഡിയുടെ വാദം. മസാല ബോണ്ട് കേസിലെ കിഫ്ബിയുടെ ഹർജി അപക്വമെന്നാണ് ഇഡി ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.